വേദിയിലുള്ള പ്രിയപ്പെട്ട എഴുത്തുകാർ വീരാൻകുട്ടി മാഷ്, സോമൻ മാഷ്, ഷീജ വക്കം, സദസ്സിലുള്ള സുഹൃത്തുക്കളെ, സാഹിത്യ സ്നേഹികളെ, പുതിയ കാലം പുതിയ കവിത എന്നത് വളരെ സങ്കീർണമായ വിഷയമാണ്. നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതോ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിലെത്താൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഒരുപക്ഷെ അത് തന്നെയാണ് അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ഒരു ശക്തിയും. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് കവിതയെപ്പറ്റി ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നൊരു പരാതി, ഈയിടെ കേട്ടൊരു പരാതി എന്ന് പറയുന്നത് കേരളത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കേരളത്തിൽ കവികളുണ്ട് എന്നാണ്. അപ്പോൾ ഒരാളിൽ മിനിമം ഒന്നിലധികം കവികളുണ്ട് എന്നുള്ളതാണ് ഒരു പരാതിയായിട്ട് കേൾക്കുന്നത്. അത് നല്ലതാണോ മോശമാണോ എന്നുള്ള വിഷയമൊക്കെ വേറെയാണ്. പക്ഷേ ഇതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലേക്ക് വന്നൊരു കവിത, കുഞ്ഞൊരു കവിത, പ്രൊഫസർ കെ ജയശീലൻ്റെ ചെറിയൊരു കവിത, മീൻകാരൻ എന്നൊരു കവിതയാണ്. 5-6 വരികളേ ഉള്ളൂ. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. മീൻകാരൻ ഉറക്കെ ഓ ഓ എന്ന് കരയുന്നു, മരിച്ചുപോയ മീനുകൾക്ക് വേണ്ടിയും അവനവന് വേണ്ടി തന്നെയും. ഇത്രയേ ഉള്ളൂ കവിത. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇതിന് ഒരു സിനിമയാക്കാൻ പറ്റും. സിനിമയാണല്ലോ ഒരുപക്ഷെ ഈ കാലത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മീഡിയം എന്നാണ് പറയപ്പെടുന്നത്. ഒരു മീൻകാരൻ തലയിൽ മീൻ കൊട്ടയും വെച്ചിട്ട് ഓ ഓ എന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണുന്ന ഒരാൾക്ക് ഈ കവിത കൺവേ ചെയ്യുന്ന ഒരു അർത്ഥതലം അല്ലെങ്കിൽ ഈ കവിത തുറക്കുന്ന അത്ര തുറസ്സുകൾ ആ ദൃശ്യത്തിലൂടെ കിട്ടുമോ? അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് കേൾക്കുകയാണ്. ഈ പറയുന്ന മാധ്യമങ്ങൾക്കൊക്കെ അതിൻ്റെതായ ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഭാഷയിൽ കവിത കൊണ്ട് ചെയ്യുന്നൊരു കാര്യം ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ കവിതയ്ക്ക് എല്ലാ കാലത്തും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല. വേറെ ഏത് മാധ്യമത്തിനും വികസിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ വികസിക്കാനും ഭാവനയെ പുതിയ തലങ്ങളിലേക്ക് വികസ്വരമാക്കാനും കവിതക്കുള്ളത്ര ശേഷി വേറൊരു മാധ്യമത്തിനില്ല എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. നമ്മൾ എയുടെ കാലത്തിനെ പറ്റിയിട്ടൊക്കെ രാവിലെയുള്ള ഡിസ്കഷനിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മൾ ഫിക്ഷൻ എഴുതുന്നതിലെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ആർക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാവിയിൽ AI നമ്മൾ കൊടുക്കുന്നൊരു ശൈലിക്ക് അനുസരിച്ച് അത് ഉണ്ടാക്കി തരികയൊക്കെ ചെയ്യായിരിക്കും. പക്ഷേ അതിനെ ഏത് രീതിയിലാണ് എഴുത്ത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ സർഗാത്മകത എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കവിതക്കാണ് അതിന് കൂടുതൽ നന്നായിട്ട് പോസിബിൾ ആവുക. കാരണം കവിത എന്നതിൻ്റെ നിർവചനത്തെ പറ്റി അത് വളരെ വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കവിത ആവണമെന്നില്ല നാളത്തെ കവിത. ഇന്ന് കവിത അല്ലാത്തൊരു കാര്യം നാളെ കവിതയാവാം. അപ്പോൾ ഇതിൻ്റെ ഒരു റിജിഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ കവിതയെ സംബന്ധിക്കുന്ന ഭാവന, കവിതയെ സംബന്ധിക്കുന്ന ഭാഷയുടെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് വളരെ ഡൈനാമിക്കാണ്. അതുകൊണ്ട് തന്നെ കവിത എന്ന് പറയുന്നൊരു കാര്യത്തിന് പ്രസക്തി ഇല്ലാതാവില്ല എന്നാണ് എൻ്റെ ശക്തമായൊരു വിശ്വാസം. നമ്മൾ ഏത് നല്ല കവിതയും ഏത് മികച്ച കവിതയും അത് പുതിയ കാലത്തേത് എന്നില്ല, പഴയ കാലത്ത് എന്നില്ല, മനുഷ്യനെ സ്പർശിക്കുന്ന, മനുഷ്യൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ ഭാവനയെ, ബുദ്ധിയെ, വികാരത്തെ സ്പർശിക്കുന്ന ഏത് നല്ല കവിതയും നമ്മളൊരു വ്യാവഹാരിക ഭാഷയിൽ ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു ജനൽ തുറക്കുന്നൊരു അനുഭവമാണ്. നമ്മളൊരു വലിയൊരു ഭിത്തി, അതിലൊരു ജനൽ തുറന്നു കഴിഞ്ഞാൽ പുറത്തുള്ള ലോകം കൂടി ആ ലോകത്തിലേക്ക് ഉൾപ്പെടുകയാണ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ജയശീലൻ മാഷിൻ്റെ കവിതയിലുള്ളതുപോലെ നമ്മൾ ആ കവിതയുടെ വരികൾ ആലോചിച്ച് കഴിഞ്ഞാൽ മീൻകാരൻ അവനവന് വേണ്ടി കരയുന്നു, അത് നമുക്ക് മനസ്സിലാവും. കാരണം അയാളുടെ ഉപജീവനാണ്, തൊഴിൽ ചെയ്യുന്നു, അതിനുവേണ്ടി കരയുന്നു, ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. മരിച്ച മീനുകൾക്ക് വേണ്ടിയും കൂടി കരയുന്നുണ്ട്. മരിച്ച മീനുകൾക്ക് വേണ്ടി കരയുന്നു എന്ന് പറയുന്നത് അതിനകത്തൊരു ഡയലക്റ്റിക്കൽ സാധനമുണ്ട്. ഈ മീൻ മരിച്ചില്ലെങ്കിൽ ഇയാൾക്ക് വിൽക്കാനുള്ള മീനില്ല, അത് അയാൾക്കറിയാം. പക്ഷെ അയാൾക്ക് കരഞ്ഞേ പറ്റൂ. അപ്പോൾ ഈ ഒരു നമ്മളൊരു വളരെ സാധാരണമായ ഒരു അനുഭവത്തെ ഈ ഒരു വളരെ സങ്കീർണമായ തലത്തിലേക്ക് വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊരു മാധ്യമമാണ് കവിത എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു കാര്യം, ഞാനൊരു പക്ഷേ കവിത കൂടുതൽ വായിക്കുന്ന ഒരാളായതുകൊണ്ട് തോന്നിയതായിരിക്കാം, ചിലപ്പോൾ തെറ്റുമായിരിക്കാം. നമ്മൾ 21-ാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തെ പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈവിധ്യങ്ങളും ഏറ്റവും കൂടുതൽ ബഹുസ്വരതകളും ഏറ്റവും കൂടുതൽ പുതിയ ശബ്ദങ്ങളും വന്നു ചേർന്നിട്ടുള്ള ഒരു മാധ്യമം കവിതയാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഗവേഷണം നടത്തിയിട്ട് പറയുന്ന കാര്യമല്ല, ഒരു ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ഞാൻ പറയുന്നതാണ്. അതായത് ഫിക്ഷനിലും മറ്റും ഉണ്ടായിട്ടുള്ള പുതിയ സ്വരങ്ങളെക്കാൾ കൂടുതൽ എണ്ണവും കൂടുതൽ വിപുലതയും
കവിത എന്ന് പറയുന്ന മാധ്യമത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ സെഷനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കവിത എഴുതുന്ന ഓരോ ആൾക്കാരും വളരെ വ്യത്യസ്തരായിട്ടുള്ള, വളരെ വ്യത്യസ്തമായ ദിശകളിൽ കവിതയെ സമീപിക്കുന്ന എഴുത്തുകാരാണ്. ഓരോരുത്തർക്കും അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. പിന്നെ അപ്പോൾ അത് തന്നെ ശരിക്കും നമ്മളുടെ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ സെഷനിൽ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഈ ഇന്നത്തെ വിഷയത്തെ പറ്റി, അതായത് പുതിയ കാലം പുതിയ കവിത എന്ന വിഷയത്തെ പറ്റിയിട്ട് ആദ്യം നമുക്ക് ഈ ഓരോരുത്തരോടും അവരുടെ പ്രതികരണങ്ങൾ ആരായാം. അതിനുശേഷം ഓരോരുത്തരോടും ഓരോ ചോദ്യവും ചോദിക്കാം. സമയമുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഓരോ കവിതയും വായിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചുകൂടി സമയമുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസ്കഷനിലേക്കും കൂടി പോവാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു വീരാൻകുട്ടി ഈ പറഞ്ഞത് തന്നെ വലിയൊരു ലിസ്റ്റായില്ലേ. നമുക്ക് നോക്കാം. പിന്നെ ആദ്യം വീരാൻകുട്ടി മാഷിനോട് ചോദിക്കാം. വീരാൻകുട്ടി മാഷിനെ പറ്റിയിട്ട് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്നൊരു കാര്യം, ഒന്ന് കവിത പൊതുവെ ഒരു പലതിൻ്റെ അതിർത്തികൾ സംഭവിക്കുന്നൊരു കാര്യമാണ്. ഭാഷയുടെയും ദർശനത്തിൻ്റെ അതിർത്തി, പിന്നെ മ്യൂസിക്കിൻ്റെയും ഭാഷയുടെയും അതിർത്തി, അങ്ങനെ പലതരത്തിലുള്ള ഇൻ്റർഫേസസിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് കവിത എന്ന് പറയാറുണ്ട്. ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇൻ്റർഫേസുകളിൽ വർക്ക് ചെയ്യുന്നൊരു പോയട്രിയാണ് വീരാൻകുട്ടി മാഷിൻ്റെ. കവിതയും ദർശനവുമായിട്ട്, കവിതയും രാഷ്ട്രീയവുമായിട്ട്, കവിതയും സൂഫിസവുമായിട്ട്, കവിതയും ആത്മീയതയുമായിട്ട്, കവിതയും പരിസ്ഥിതിയും തമ്മിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻ്റർഫേസസിൽ, ഈ ഇൻ്റർഫേസസ് ഒക്കെ കണക്ട് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് ഫേസറ്റ്സ് ഉള്ള ഒരു കവിയും കവിതയുമാണ് വീരാൻകുട്ടി മാഷ്. പ്രിയപ്പെട്ട വീരാൻകുട്ടി മാഷിന് ഇന്നത്തെ ഈ വിഷയത്തെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കവിത എഴുതുന്ന ഒരാൾ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ചിലപ്പോൾ അയാളെ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരം ഉപയോഗിച്ചേക്കാം. അയാൾ വിചാരിക്കുന്ന തരത്തിലൊരു മാനദണ്ഡം വെച്ചുകൊണ്ട് കവിതയെ അളക്കുന്നതിൻ്റെ പരിമിതി ഉണ്ടാകാം. അതിന് ക്ഷമിക്കുക എന്ന് ആദ്യമേ പറയട്ടെ. കവിതയ്ക്ക് ദീർഘകാലത്തെ, വളരെ പ്രാചീനമായ കാലം തൊട്ട് ഏറ്റവും പുതിയ കാലം വരെയുള്ളൊരു അനുസ്യൂതിയുണ്ട്, ഒരു തുടർച്ചയുണ്ട്. എന്നാൽ ഭാവുകത്വപരമായിട്ട് അതിന് ഇടയ്ക്കൊക്കെ വിച്ഛേദങ്ങളുണ്ട്. ഇങ്ങനെ തുടർച്ചയെയും വിച്ഛേദങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഭാഷാ വ്യവഹാരമാണ് കവിത. അങ്ങനെയാണ് പുതു കവിത എന്ന് പറയുന്നൊരു സംജ്ഞ ഏറ്റവും പുതിയ കാലത്തെ അല്ലെങ്കിൽ ആധുനികതയ്ക്ക് ശേഷമുള്ള കവിതയെ സൂചിപ്പിക്കാൻ വേണ്ടി 90കളുടെ തുടക്കത്തിൽ തുടങ്ങി ഇങ്ങോട്ട് വന്ന കവിതയ്ക്ക് നമ്മൾ പുതു കവിത എന്നൊരു സംജ്ഞ അല്ലെങ്കിൽ ഒരു പരികല്പന നൽകിയിട്ടുള്ളത്. അപ്പോൾ ആധുനികരുടെ കാലത്ത് നമുക്കറിയാം, ലോകത്ത് വലിയ ചലനങ്ങൾ നടന്നിട്ടുള്ളൊരു കാലമാണ് 60കൾ 70കൾ 80കളിലൊക്കെ. 80കളാകുമ്പോഴേക്കും കുറച്ച് മാറുന്നുണ്ട്. പ്രധാനമായിട്ടും വിപ്ലവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അധിനിവേശത്തിൽ നിന്നൊക്കെ മോചിതമായ രാജ്യങ്ങളുടെ സ്വപ്നങ്ങളുടെ ഒരു കാലം, അങ്ങനെ ശാസ്ത്രത്തിലുള്ള വിശ്വാസം, മോഡേണിറ്റിയിലുള്ള വിശ്വാസം, ഇങ്ങനെ പലതരം ചേർന്ന് മനുഷ്യൻ്റെ ഒരു വിശ്വാസം നൽകിയൊരു കാലമാണ്. ആ ഒരു കാലത്തിൻ്റെതായിട്ടുള്ളൊരു പ്രബോധനപരതയും ഒരു തരത്തിലുള്ള പൊതു ആയിട്ട് ലോകത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള വ്യഗ്രതയൊക്കെ അക്കാലത്തെ കവിതയിലുണ്ട്. അത് ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെയൊക്കെ തകർച്ചയോട് കൂടി ആ ഒരു സ്വപ്നത്തിന് വലിയ ഒരു തകർച്ച സംഭവിക്കുന്നു. വലിയ നമ്മൾ ഗ്രാൻഡ് നെറേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു സംശയം ഉണ്ടാവുകയും ഒരു ചിതറൽ ലോകം മുഴുവൻ സംഭവിക്കുകയും ചെറുതുകൾ രൂപപ്പെടുകയും അതിനോടൊപ്പം സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരികയും ചെയ്തൊരു സമയത്താണ് ഞങ്ങളൊക്കെ കവിതയിലേക്ക് വരുന്നത്. ആ ഒരു കാലത്ത് കവിക്ക് ചെയ്യാനുണ്ടായിരുന്നത് ആധുനികർ പൊതുവായി പറഞ്ഞ കാര്യങ്ങൾ ഓരോ ചെറിയ ദേശത്തിൻ്റെയും വ്യക്തിയുടെയും ജീവിയുടെയും ഒക്കെ അനുഭവങ്ങളുമായിട്ട് ചേർത്ത് എങ്ങനെ വേറൊരു തരത്തിൽ പറയാം എന്നുള്ളതായിരുന്നു. ഒരു വെല്ലുവിളിയായിരുന്നു ശരിക്കും. തികച്ചും ആധുനികർക്ക് ഉപയോഗിച്ചൊരു ഭാഷയിൽ അത് പറയാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ ആ തലമുറ ചെയ്തത് കുറേ കൂടി വ്യക്തിഗതമെന്നോ പ്രാദേശികമെന്നോ സൂക്ഷ്മമെന്നോ ധ്യാനാത്മകമെന്നോ ഒക്കെ പറയാവുന്ന ഒരാൾക്ക് ആദിൽ പറയുന്നത് പോലെയുള്ള സാധാരണ ഭാഷയിൽ ഈ ചെറുതുകളുടെ അനുഭവങ്ങൾ പറയാനാണ് ശ്രമിച്ചത്. അത് ഞാൻ എല്ലാം ഇതിൽ കൊള്ളിക്കുകയല്ല, ഏതാണ്ടൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ആ ഒരു കാലമാണ് പുതു കവിതയുടെ തുടക്കം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും
പിന്നെയും മാറ്റം വരുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച വരുമ്പോഴേക്കും ആധുനികരിൽ വിസിബിൾ അല്ലാതിരുന്ന ചില ജനുസുകൾ അല്ലെങ്കിൽ ചില വിഷയങ്ങൾ വരുന്നു. ഇപ്പോൾ ദളിത് അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ പരിസ്ഥിതി എന്നൊക്കെയുള്ള വിഷയങ്ങൾ ആ കാലത്താണ് എമേർജ് ചെയ്ത് വരുന്നത്. അപ്പം അത് ഈ കവിതയുടെ ഒരു പൊതു ബോധമണ്ഡലത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തെ രൂപീകരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞ് 2010 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2000-ന് ശേഷം വരുമ്പോഴേക്കും അത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ജെൻഡർ പൊളിറ്റിക്സ് ആയാലും ഇപ്പം ക്യൂർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് അങ്ങനെ കുറച്ചുകൂടി സൂക്ഷ്മമായ വിഷയങ്ങൾ കൂടി ഇതിനോട് ചേർന്ന് വരാൻ തുടങ്ങി. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒന്നിൻ്റെ സാധ്യതകൾ ഇതിനോട് ചേർക്കപ്പെട്ടു. ഇങ്ങനെ ഈ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, അതിൻ്റെ പശ്ചാത്തലം തീർച്ചയായിട്ടും ഈ കവിതയുടെ രൂപത്തിലും കവിതയുടെ സംസാരിക്കുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ നിരന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അത് സംബന്ധിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത്തത്, ഇപ്പോൾ ഏറ്റവും പുതിയ കവിത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 90കൾ ആരംഭിച്ച പുതുകവിതയല്ല. അതിൻ്റെ ഒരു രണ്ടാം ഘട്ടമെന്നോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ അതിനെ നമുക്ക് ടെക്നോ മോഡേണിസം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കാലത്തിൻ്റെ കവിതയാണ് ഇപ്പോൾ എഴുതപ്പെടുന്നത്. അതിൽ ഞാൻ ഈ പറഞ്ഞ സൂക്ഷ്മമായിട്ടുള്ള സ്വത്വങ്ങളുടെ വിസിബിലിറ്റി എന്ന് പറയുന്ന സംഗതി അത് കുറച്ചുകൂടി ഗൗരവമായിട്ട് വരുന്നൊരു. അപ്പോൾ ഉദാഹരണത്തിന് ആദിവാസി സമൂഹത്തിൽ നമുക്ക് കഴിഞ്ഞൊരു 10 പതിറ്റാണ്ടിന് മുമ്പ് കാര്യമായ കവികളെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മലയാള കവിതയിൽ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന കവികൾ ഒരുപക്ഷെ സുകുമാരൻ ചാലികത്തയും അശോകൻ മറയൂരും ശിവലിംഗനും ധന്യ വേങ്ങച്ചേരിയും ഒക്കെയാണ്. അവർ ആദിവാസി ഗോത്രത്തിൽ നിന്ന് ഗോത്രഭാഷയിൽ എഴുതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് എഴുതി വരികയാണ്. അപ്പം അങ്ങനെയുള്ള നേരത്തെ പുതുകവിത വന്നപ്പോൾ പോലും അതിലേക്ക് പ്രവേശനം കിട്ടാതിരുന്ന വിഭാഗങ്ങളോ പ്രദേശങ്ങളോ ഒക്കെ കവിതയിലേക്ക് വരുന്നതാണ് ഒരു സ്വഭാവം. അതാണ് അതിൻ്റെ ഒരു സംഗതി. അതോടൊപ്പം അതിനനുസരിച്ച് ഭാഷയും രൂപപ്പെടുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഷ അല്ലെങ്കിൽ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ ഏറ്റവും പ്രാദേശികമായിട്ടുള്ള ഭാഷ അത് കവിതയിലേക്ക് ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ട്. ഒരിക്കലും നമുക്ക് കവിതയിലേക്ക് അത് വരും എന്ന് പ്രതീക്ഷിച്ചല്ല. നമ്മൾ കവിതയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ഉണ്ട് എന്നൊരു സങ്കല്പത്തിൽ നിന്ന് മാറിയിട്ട് ഏതെങ്കിലും ഒരു ഗോത്രത്തിലുള്ള മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയിലും കവിതയാകാം എന്നുള്ള തരത്തിലേക്ക് മലയാള കവിത മാറിയിട്ടുണ്ട്. അത് മലയാള കവിതയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ പ്രധാനമെന്ന് കരുതിയിരുന്ന പല ധാരണകളെയും തിരുത്തുന്ന തരത്തിലൊരു മാറ്റം മലയാള കവിതയിൽ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെ ഇനി നാളെ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതോടൊപ്പം തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ധാരകളും അതുപോലെ തുടരുന്നുണ്ട്. ആധുനികതയുടെ തുടർച്ചയുണ്ട്, ഞങ്ങളുടെ തലമുറയുടെ തുടർച്ചയുണ്ട്, അതൊക്കെ അതിൻ്റെ കൂടെ നടക്കുന്നുമുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു കാലത്തെ കവിതയാണ് നമുക്ക് ഇന്ന് പൊതുകവിത എന്ന് വിളിക്കാൻ പറ്റുക എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി മാഷേ. ഇനി സോമൻ മാഷിലേക്കാണ് പോകുന്നത്. സോമൻ മാഷിൻ്റെ കവിതയിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്, പ്രവർത്തനം എന്ന വാക്ക് വളരെ ബോധപൂർവം പറയുന്നതാണ്. മാഷിന് കവിത എന്ന് പറയുന്നത് സാമൂഹികതയുടെ ഒരു വാഹനമോ ഒരു ജൈവ സ്വരൂപമോ ഒക്കെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സാമൂഹികത മാത്രമല്ല, പേഴ്സണൽ വിഷയങ്ങളെപ്പറ്റി മാഷ് എഴുതുമ്പോഴും വളരെ വേറിട്ടൊരു വഴിയിൽ വളരെ സാധാരണ ഭാഷയിൽ ഏറ്റവും എളുപ്പം ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന ഒരു കവിതയെ സ്വയം രൂപപ്പെടുത്തുന്ന ഒരാളാണ് സോമൻ മാഷ്. നമ്മുടെ ഇന്നത്തെ വിഷയത്തെപ്പറ്റി സോമൻ മാഷിന് എന്താണ് പറയാനുള്ളത് നോക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ പുതുകവിത എന്നോ സമകാലിക കവിത എന്നോ ഏറ്റവും പുതിയ കാലത്ത് ഉത്തരാധുനിക കവിത എന്നൊക്കെ വ്യവഹരിക്കാവുന്ന കവിതയെക്കുറിച്ച് വീരാൻകുട്ടി മാഷ് ഏതാണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞ്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇന്നിപ്പം മലയാളത്തിൽ ഒരു കവിയോ ഒരു കൂട്ടം കവികളോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്രിമിലെയർ എന്നൊക്കെ പറയുന്ന രീതിയിൽ മേലെ നിൽക്കുന്ന കവികളോ അല്ല മലയാള കവിതയിൽ ഇപ്പോൾ ഇങ്ങനെ കവിത എഴുതിക്കൊണ്ട് നമ്മുടെ ഭാവനയെ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് മലയാളത്തിൽ കവികളുടെ ഒരു സംഘകാലം ആരംഭിച്ചു. കാരണം ആ കവിത എഴുതാൻ ഒരുപക്ഷെ വീരാൻകുട്ടി മാഷ്, പവിത്രൻ തീക്കുനി, എസ് ജോസഫ്, അങ്ങനെ അൻവർ അലി, ഷീജ വക്കം, ടി.പി. വിനോദ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറ്റാത്ത ഒരു അനുഭവം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കവി ആയിരിക്കും എഴുതുന്നുണ്ടാകുക. അതുകൊണ്ട് കവിയുടെ മേലെ ഉണ്ടായിരുന്ന പരിവേഷം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം.
ഇങ്ങനെ അടിക്കടി. അതുകൊണ്ടാണ് നമുക്ക് എവിടെ വെച്ച് ഇതിനെ പഠിക്കണമെന്ന് മനസ്സിലാകാൻ പറ്റുന്നത്. 1000 കാന്താരി പൂത്തിറങ്ങി എന്ന് നക്ഷത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന ആകാശത്ത് നോക്കി നമ്മൾ പറയുന്നത് പോലെ എവിടെയാണ് അതിഗംഭീരമായ കവിത വരിക എന്ന് മനസ്സിലാകാത്ത രീതിയിൽ. അതുകൊണ്ട് കവിതയിൽ പ്രമേയപരമായി, ഭാഷാപരമായി, അതുപോലെ രൂപപരമായൊക്കെ വലിയ മാറ്റം വന്ന് തീർന്നിരിക്കുകയാണ്. കാരണം സ്വതന്ത്രമായി നിങ്ങൾക്ക് എങ്ങനെയും കവിത എഴുതാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നില്ല, രൂപപരമായ ശാഠ്യത്തെ സമ്പൂർണ്ണമായും കൈയൊഴിഞ്ഞു എന്നല്ല. ഇപ്പോൾ ഇവിടെ നോക്കുക, ഷീജ ഒക്കെ എഴുതുന്നത് മലയാള കവിതയുടെ വലിയ പാരമ്പര്യത്തിൽ ഒരു പദ്യ കവിതയിലാണ് ഷീജ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ PK ഗോപിയേട്ടൻ പദ്യത്തിലും ഗദ്യത്തിലും എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ആലങ്കാട് ലീലാകൃഷ്ണൻ എന്താണ് പദ്യത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അതേസമയം 2 വരി, അച്ഛൻ മരിച്ചപ്പോൾ നാഥനായി, അമ്മ മരിച്ചപ്പോൾ അനാഥനായി, 2 വരി, 4 വാക്ക്. പക്ഷെ അമ്മയുടെ മരണത്തിൻ്റെ ഫീലിങ്, അതായത് അടിമകൾ സമരം ചെയ്യുന്നത് ഉടമകൾക്ക് വേണ്ടി കൂടിയാണ്. ഉടമകൾക്കും എന്നെങ്കിലും മനുഷ്യരാവണ്ടേ, കൊല്ലരുതായിരുന്നു, കൊന്നതുകൊണ്ടാണ് മരിക്കാതിരുന്നത്. ഇതൊക്കെ എന്താണ് നമ്മുടെ സോക്കോൾഡ് കവികളുടെ കവിതയെല്ലാം ഞാൻ ഈ പറഞ്ഞു വന്നു. അപ്പം അങ്ങനെ എന്താണ് ഇപ്പോൾ നമ്മുടെ ടോണിയുടെ പ്ലമേനമായി നോക്കുക, അതെന്താ സംഭവം? അത് മിനിക്കഥയാണോ? അത് ചെറുകഥയാണോ? അത് കവിതയാണോ? അത് നോവലാണോ? ഫിലോമിന എന്ന് പറഞ്ഞ ഒരു അമ്മായിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് 100 കവിതകൾ എഴുതിയിൽ 50 എണ്ണം സെലക്ട് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു അതിൽ ആ ഒരു അമ്മയുടെ അനുഭവത്തിലൂടെ പോകുന്നവരുണ്ടാകുന്ന ചില തെളിച്ചങ്ങൾ. എവിടെയാണ് ഇതിൻ്റെ കവിത കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാവ്യപരമായ ഭാഷയിലല്ല, വാക്കുകളിലല്ല, വൃത്തത്തിലല്ല, അലങ്കാരത്തിലല്ല. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഈ ലളിതമായ സ്ഫടിക സമാന ഭാഷയ്ക്ക് അപ്പുറത്ത് ഒരു വല്ലാത്തൊരു ലോകം സൃഷ്ടിക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പം അങ്ങനെ എന്താണ് രൂപപരമായ ഷാഠ്യം സമ്പൂർണ്ണമായിട്ട് കൈയൊഴിഞ്ഞു. മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ നേരത്തെ വീരാൻകുട്ടി മാഷ് പറഞ്ഞ പോലെ ഇത് ചെറുതിലേക്ക് വരിക എന്നുള്ളതാണ്. മഹാകാവ്യമല്ല, ഖണ്ഡകാവ്യമല്ല, നീണ്ട കവിതകളല്ല, കുറേ കൂടി നീണ്ട കവിതകളല്ല, ദീർഘ കവിതകളല്ല. മറിച്ച് എന്താണെന്ന് വെച്ചാൽ വീരാൻകുട്ടി മാഷ് ഒരു സമാഹാരത്തിൻ്റെ പേര് SMS കവിതകൾ എന്നാണ്, തൊട്ട് നടക്കുമ്പോൾ. അങ്ങനെ എന്താണ് ചെലവ് കുറഞ്ഞ്, നിരഞ്ജൻ്റെ ഒരു കവിതാ സമാഹാരത്തിൻ്റെ പേര് ചെലവ് കുറഞ്ഞ കവിതകൾ. ചെലവ് കുറഞ്ഞ വീട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കവർ തന്നെ 2 ഓട് വെച്ച് 2 ഇഷ്ടിക വെച്ചിട്ടുള്ള കവറാണത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ കൊണ്ട് എന്താണ് അത്യത്ഭുതകരമായിട്ട് സൃഷ്ടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 500 വരിയിൽ എഴുതാം, 5 വരിയിൽ എഴുതാം, ഒറ്റ വരിയിൽ നമുക്ക് എഴുതാം. പക്ഷെ അതിൽ കവിത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മെ മാറ്റി തീർക്കുന്നത്, നമ്മെ പുതുക്കിപ്പണിയും, നമ്മെ അവബോധമൊക്കെ ആണ്. അതുപോലെ നേരത്തെ പ്രമേയപരമായിട്ട് വലിയ മാറ്റം വരുന്നുണ്ട്. കാരണം ഇതുവരെ മലയാള കവിത കാണാത്ത, വിസിബിൾ അല്ലാത്ത എത്രയോ ഇടങ്ങൾ. അതിനാണ് നമ്മൾ പരിസര കവിത എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എസ് ജോസഫ് പറയുന്നുണ്ട്, ഞാൻ കടലിലേക്ക് പോകുന്നില്ല കാരണം ഞാൻ തോടിൻ്റെ കവിയാണ്. ഒരു ദളിത് ക്രൈസ്തവ ജീവിതം. ഞാൻ എസ് ജോസഫിൻ്റെ പെങ്ങളുടെ ബൈബിളൊക്കെ വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പെങ്ങളുടെ ബൈബിളിൽ ഉള്ളത്, പെങ്ങളുടെ ബൈബിളിൽ ഇല്ലാത്തത്. അതുപോലെ മലയാള കവിതയ്ക്ക് ഒരു കത്ത് എന്ന് പറഞ്ഞൊരു കവിത, എസ് ജോസഫിൻ്റെ കവിത. അതുപോലെ അദ്ദേഹത്തിൻ്റെ പടിഞ്ഞാറിനെക്കുറിച്ചും എഴുതാം. ഇതുവരെ മലയാള കവിത കണ്ടതിൽ ഏറ്റവും ഉജ്ജ്വലമായ തൊഴിലാളി വർഗത്തെ സർഗാത്മകമായിട്ട് ബന്ധിപ്പിക്കുന്ന കവിതയാണ് പടിഞ്ഞാറ്. കാരണം പിന്നെ വെക്കേഷൻ സമയത്ത് എസ് ജോസഫിൻ്റെ തന്നെ അനുഭവമാണ്. വെക്കേഷൻ സമയത്ത് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ ഈ ബണ്ട് കെട്ടാൻ പോകും. അപ്പോൾ കല്ലിങ്ങനെ തപ്പി അടിയിൽ പോയിട്ട് മുങ്ങിയിട്ട് ഇങ്ങനെ ബണ്ട് കെട്ടി വരണം. അപ്പോൾ മധ്യവേനലിൽ അവധി കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് വന്ന സമയത്ത് മലയാള കവിതാ പുസ്തകം എടുത്ത് നിർത്തുന്ന സമയത്ത് അതും പറഞ്ഞിട്ടുണ്ട്, കവിതയിലും കല്ല് വെക്കുന്നത് ആഴങ്ങളിലാണ്. ഒരു ജോലിനെ എടുത്തു വെച്ചുകൊണ്ട്, ആ അനുഭവത്തെ എടുത്തു വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നതിന്. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ അരിക്കായി പോയ മനുഷ്യന്മാർ ആക്കപ്പെട്ട അനുഭവങ്ങൾ. ഇസ്തിരിപ്പെട്ടി എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്, നിന്നെ സുന്ദരനാക്കാനാണ് ഒരു ജന്മം മുഴുവൻ ഞാൻ തീ തിന്നതിൽ എനിക്ക് ഒരു വിഷമവുമില്ല, നീ പിന്നെയും മുഷിയുന്നതിലാണ് എൻ്റെ ഉള്ളു പൊള്ളുന്നത്. ഉള്ളി എന്ന് പറഞ്ഞ ഒരു കവിത ഉണ്ട്, ഒരു തെറ്റും ചെയ്യാതെ ഒരു മൂലക്കിരുന്ന് എന്നെ പിച്ച് ചീന്തിയിട്ട് നിങ്ങൾ എന്തിനാണ് കരയുന്നത്. അടുക്കളയിൽ ഒരു മൂലയ്ക്ക് ഒരു ഉള്ളീനെ കൊണ്ട് പോലും എന്താണ് നമുക്ക് ഇതാകാണ്. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ചിലയിടങ്ങളിൽ ഞാൻ മാത്രം പുറത്താവുന്നു, അകത്ത് കയറുവാൻ മാത്രം എന്ത് വിശുദ്ധിയാണ് നിങ്ങൾക്കൊക്കെ ഉള്ളതെന്ന് പുറത്ത് വരുമ്പോഴൊന്ന് പറഞ്ഞു തരണേ. കല്ലിലും മുളകിലൊക്കെ നമ്മൾ രക്ഷപ്പെടുമ്പോൾ വീട്ടിലെത്തുമ്പോൾ നമ്മളാത്തും ചെരുപ്പ് പുറത്തുമ്പോൾ അതിന് സംഘടന. ഇത് ചെരുപ്പിൻ്റെ ആത്മകഥയില്ല. വീരാൻകുട്ടി മാഷ കവിതയിൽ അസംഖ്യം കവിതകൾ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ. അതിൽ കാക്കച്ചി എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട്, ഒരു ഉരുളച്ചോറുമായി കരഞ്ഞു വിളിച്ച് പിറകെ വരരുതേ, 1 മണി വറ്റിന് മുറ്റത്ത് വന്നതിന് കവിണയിൽ കല്ല് വെച്ചെറിഞ്ഞതിൻ്റെ പാട് നെഞ്ചിൽ ഇപ്പോഴുമുണ്ട് ഉണങ്ങാതെ. കാക്കയെ കാണുന്നതിന് അന്നേരം കല്ലെടുത്തെറിയാൻ തോന്നാം, പക്ഷേ കാക്കേനെ വേണം, ഇത് മരിച്ച ആളാണ്. അപ്പം നെല്ലൂത്തരിൻ്റെ ചോറൊക്കെ ഉരുട്ടി വെച്ചിട്ട് പച്ചയില വെട്ടിയിട്ട് കാക്കേനെ വിളിക്കുക. അപ്പം കാക്ക പറയണം, ഒരു ഉരുളച്ചോറുമേ കരഞ്ഞു വിളിച്ച് പിറകെ വരണ്ട, 1 മണി വറ്റിന് പണ്ട് മുറ്റത്ത് വന്ന് കവിണയിൽ കല്ല് വെച്ചെറിഞ്ഞതിൻ്റെ പാട് നെഞ്ചിലിപ്പോഴും ഉണങ്ങാതെ എന്ന് പറഞ്ഞാൽ ലളിതമാണിത്, സുതാര്യമാണ്, കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം മുഴുവനും എന്താണ് ഈ വാക്കിലേക്കൊക്കെ ആവിഷ്കരിക്കാൻ പറ്റുന്ന രീതിയിൽ
അത്രമേൽ പ്രഹരശേഷിയുള്ള ഒരു മാധ്യമമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അവസാനത്തെ വാക്കായിട്ട് മലയാള കവിത നിൽക്കുകയാണ്. ഒരുപക്ഷെ നോവലിന് ആവിഷ്കരിക്കാനാവാത്ത, ഒരുപക്ഷെ ചെറുകഥയ്ക്ക് ആവിഷ്കരിക്കാനാവാത്ത സൂക്ഷ്മമായ ഇടങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം അത് എന്താണ് ചെറുതാക്കി എന്താണ് ഈ അനുഭവത്തെ. പക്ഷെ അത് പറയുന്നിടത്ത് വരും. മറ്റൊന്ന് വീരാൻകുട്ടി മാഷ് ഇതും പറഞ്ഞ അവസാനം വീരാൻകുട്ടി മാഷ് പറഞ്ഞത് ഇതിൻ്റെ ഇടങ്ങളൊക്കെ മാറി. പ്രിന്റ് മീഡിയ ഒന്നുമല്ല, നമ്മുടെ എഡിറ്ററുടെയൊക്കെ വലിയ ആധിപത്യമൊന്നും പുതിയ കാലത്തില്ല. കാരണം നിങ്ങളെ കവിതയ്ക്ക് ജീവനുണ്ടോ? കാരണം കവിതയെ നമ്മൾ എപ്പോഴും നോക്കാൻ വെച്ചാൽ ഞാൻ പറയാൻ വിചാരിച്ച കാര്യം എന്നേക്കാൾ നന്നായിട്ട് ഇയാൾ പറഞ്ഞിട്ടുണ്ടോ, അത് കൊണ്ടുപോകും ആളുകൾ, അത് സ്റ്റാറ്റസ് ആക്കി മാറ്റും, അത് ഫേസ്ബുക്കിലിടും, ഇൻസ്റ്റഗ്രാമിലിടും. കാരണം എന്താ, ആ കവിതയ്ക്ക് നമ്മളെന്താണ് കൂടെ പോകണ്ട, കവി കൂടെ പോകണ്ട. വാ കീറിയിട്ടുണ്ടോ, ജീവനുണ്ടോ, വിട്ടേക്ക് എന്ന് വരരുചി പറഞ്ഞതുപോലെ എന്താണ്, ആ കവിത സത്യം പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ കവിയാണ്. ഇന്നത്തെ കവികളെന്ന് വെച്ചാൽ അവരവരുടെ കവിത എഴുതുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വലിയ അനുഭവങ്ങൾ, അതിൽ തന്നെ ആദിയുടെ പെണ്ണപ്പൻ പോലുള്ള കവിതകൾ, വിജയരാജ മല്ലികയുടെ കവിതകൾ, കടലോരത്തിന് ഡി അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ കടലോരത്തിൻ്റെ കവിതകൾ, അങ്ങനെ കാടോരത്തിൻ്റെ കവിതകൾ, വയരോരത്തിൻ്റെ കവിതകൾ, അതായത് ബൃഹദാഖ്യാനമായി നിന്ന കവിതകൾ ആധുനിക ഘട്ടത്തിൽ പോലും അങ്ങനെയാണ്. പക്ഷെ അതൊക്കെ മാറി ഈ വീരാൻകുട്ടി മാഷൊക്കെ വരുന്ന പുതിയ തലമുറ കവികളൊക്കെ മാറി ഇപ്പോൾ ഏറ്റവും പുതിയ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകളുടെ അത്യത്ഭുതകരമായ മുന്നേറ്റമാണ് സോഷ്യൽ മീഡിയ. വാക്കനൽ പേജിലൊക്കെ വരുന്ന കവിതകളൊക്കെ അമ്പരക്കുന്ന, അതിൻ്റെ ഉദാഹരണം ഒന്നും പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്, അമ്പരപ്പിക്കുന്ന മാറ്റമാണ് പുതുമലയാള കവിതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അത് കേൾക്കാൻ ഇത്രയും ഈ ബ്രഹ്മയുടെ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഇത്രയും ആളുകൾ മലയാള കവിതയ്ക്ക് വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ആ ഹൃദയങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാഷേ. അടുത്തത് ഷീജ വക്കമാണ്. ഈ കവിത, ഏത് മികച്ച കവിതയും സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. നമ്മൾ ഈ സ്വാതന്ത്ര്യം എന്നുള്ളതിനെ പറ്റി നമുക്ക് വളരെ ഇൻറ്റ്യൂട്ടീവായിട്ടുള്ള ചില തോന്നലുകളുണ്ട്. അതായത് ഇപ്പം സോമാഷ് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ മലയാള കവിതയുടെ പാരമ്പര്യത്തിൻ്റെ വഴികളിലേക്ക് പോയിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് ഷീജയുടെ കവിതകൾ. അതിലൊരു തരം സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് ഓടുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് ഓടിയിട്ടും എനിക്ക് പറയാനുള്ള പുതിയ കാര്യം പറയും എന്നുള്ള രീതിയിൽ അവരൊരു പ്രത്യേകതരം സ്വാതന്ത്ര്യം, ഒരു ശുദ്ധവായുവൊക്കെ അനുഭവിക്കുന്നതായിട്ട് അവരുടെ കവിതകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയത്തെപ്പറ്റി, പുതിയ കാലം പുതിയ കവിത എന്നതിനെപ്പറ്റി. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഹീബ്രു ബൈബിള് തുടങ്ങുമ്പോൾ ഒരിടത്ത് മോശ വാഗ്ദത്ത ഭൂമിയിലേക്ക് അനുയായികളെ നയിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം അവരോട് പറയും, ഇളം ചെടിക്കുമേൽ പുതുമഴ വീഴും പോലെ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ മേൽ പതിക്കട്ടെ എന്ന്. ഇളം ചെടിക്കുമേൽ പുതുമഴ വീഴുന്ന പോലെ കവിതയുടെ ഭാവന വാഗ്ദാന വഴികളിൽ എനിക്ക് തോന്നുന്നു ഏതൊരു കവിയും, സമകാലികനായാലും അതിപൗരാണികനായാലും ഇനി വരാൻ പോകുന്ന അതിവിദൂരസ്ഥ ഭാവിയിലുള്ള വ്യക്തിയായാലും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്നത് അനുവാചകൻ്റെ ഹൃദയത്തെയാണ്. ആ ഹൃദയവേരുകളെ നനയ്ക്കുക, അവരുടെ ഉള്ളിൽ പുതിയ കായ്കളോ പൂക്കളോ വിടർത്താൻ നമ്മുടെ ഭാവനയോ നമ്മുടെ ആശയങ്ങളോ ഉപയുക്തമായി മാറുക എന്നിടത്താണ് ഏത് കാലത്തും, ഓരോ കവിതയും അതാത് കാലത്ത് പുതിയതായിരുന്നല്ലോ, ഏത് കവിതയും ലക്ഷ്യമിടുന്നത് എന്ന് തോന്നാറുണ്ട്. സമകാലികം എന്നുള്ള വാക്ക് നമ്മൾ കണ്ടംപററി എന്ന് പറയുമ്പോൾ എപ്പോഴും ലേറ്റസ്റ്റ് എന്നുള്ള സെൻസിലാണ് മനസ്സിലാക്കാറ്. പക്ഷെ ടെക്നിക്കലി സമകാലികം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് ജീവിച്ചിരിക്കുന്നതാണ്. ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളുണ്ട്. അവർക്കെല്ലാം 100 വ്യത്യസ്തങ്ങളായ അഭിരുചികളുണ്ട്. കേൾക്കാമോ? ഹലോ. 20 വയസ്സുകാരൻ്റെ കവിത, അല്ലെങ്കിൽ 60 വയസ്സുകാരൻ്റെ കവിത, 1 വയസ്സുകാരൻ്റെ കുട്ടി കവിത, ഇതെല്ലാം കൂടി ചേരുന്നതാണ് സമകാലിക കവിത എന്ന് പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിഭാഗം എഴുതിക്കൊണ്ടിരിക്കുന്നത് മാത്രമായിട്ട് അതിനെ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഈ 100,000 കലർപ്പുകൾ ആണ് അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ ഇഷ്ടമില്ല, എനിക്കിഷ്ടം കാപ്പി കുടിക്കാനാണ്. അതുകൊണ്ട് നാളെ മുതൽ കണ്ണൻദേവൻ്റെ തേയില ഫാക്ടറി പൂട്ടണം, അവിടെ എല്ലാം കാപ്പിക്കുരു നട്ടിട്ട് ലോകം മുഴുവൻ നാളെ മുതൽ കാപ്പി കുടിച്ച് തുടങ്ങണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് അത് സാഹിത്യ ഫാസിസം അല്ലെങ്കിൽ കാവ്യഗുണ്ടായിസം ആയിട്ട് മാറുന്നത്. പലപ്പോഴും നമ്മുടെ സമകാലിക കവിത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിലയിരുത്തൽ സംഭവിക്കുമ്പോൾ ഒരു താളബദ്ധമായ കവിത അല്ലെങ്കിൽ പാരമ്പര്യത്തിൽ എന്നുള്ള ആ വാക്കിലേക്ക് ഞാൻ വരാം, അങ്ങനെ
വ്യത്യസ്തമായ കവിതാ ശ്രേണികളെ പറ്റി നമ്മൾ സംസാരിക്കും. പക്ഷേ എല്ലാ കാവ്യശ്രേണികൾക്കും ഒരാളെങ്കിലും വായനക്കാരനായി ഉള്ളിടത്തോളം കാലം അത് സമകാലികം ആണ് എന്ന് ഒരു വശം. ഇനി ഈ സമകാലികരായ വ്യക്തികളുടെ ഉള്ളിൽ ജീവിക്കുന്ന കവികളുണ്ട്, അവരും സമകാലികരാണ്. ഒരു കവിതയെ സമകാലികമാക്കുന്നത് അത് എഴുതുന്ന ശൈലിയോ അത് ഇന്ന് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റോ മാത്രമല്ല. എത്രയോ സമകാലിക കവികൾ ഒരുപക്ഷേ കവിതയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്. ആ ജാതി രക്തത്തിലുണ്ടോ, അസ്ഥി മജ്ജ ഇതുകളിലുണ്ടോ എന്നൊരു ചോദ്യം 100 വർഷം മുന്നെയാണ് മലയാള കവിതയിൽ മുഴങ്ങിക്കേട്ടത്. സ്വന്തം ബന്ധങ്ങളെ വിഭജിക്കും, ഹന്തവർഗങ്ങൾ തിരിക്കും, പകച്ചന്ത്യമായി ലോകം മുടിക്കും എന്നുള്ളൊരു ഭവിഷ്യവാണി ജാതിയെപ്പറ്റി ഇന്ന് നമ്മൾ ഏറ്റവും ഈ കണ്ടംപററി അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഒന്ന് മൊബൈൽ തുറന്ന് നോക്കിയാൽ, TV തുറന്ന് നോക്കിയാൽ നടക്കുന്ന ചർച്ച ജാതിയെ പറ്റിയാണ്. അപ്പം 100 കൊല്ലം മുമ്പേ സമകാലികനായിട്ട് ഏത് കാലവും സമകാലികരായിരിക്കുന്ന അപൂർവ കാവ്യ പ്രതിഭകളെ, വ്യക്തിത്വങ്ങളെ സമ്മാനിച്ച ഭാഷ കൂടിയാണ് മലയാളം. എന്നെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനമെന്നിൽ വിളയിച്ചു തെളിയിച്ച ഇനിയ ചൊൽ നായികേ എന്ന് എഴുതിയ ചീരാമൻ എൻ്റെ സമകാലികനാണ്. അതിനുശേഷമാണ് ഭാരതീ പദാവലി തോന്നണം കാലേ കാലേ എന്ന് എഴുത്തച്ഛൻ പോലും എഴുതിയത്. പക്ഷേ ഭാരതി എന്നുള്ള വിളിയേക്കാളും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൃദയത്തിൽ പതിച്ച വാക്ക് ഇനിയ ചൊൽ നായികെ എന്നുള്ള മധുരമുള്ള ഒരു പദാവലിയാണ്. അത് ഒരു പക്ഷേ ഇന്ന് വായനക്കാരധികം ഉണ്ടാവില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ സമകാലിക കവിയാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. കാവ്യധാരകൾ എന്ന് പറയുന്നത് പലതരത്തിലുണ്ടാവാം. നേരത്തെ പറഞ്ഞു ഗദ്യം പദ്യം അങ്ങനെയൊക്കെ പല ഇതിലുണ്ടാകാം. പാരമ്പര്യം എന്ന് പറയുന്ന വാക്കിനകത്ത് ഒരു വലിയ അപകടമുണ്ട്. പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഒരു സവർണ മേധാവിത്വം ഉള്ള ഒരു വാക്കുപോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ലിഖിതമായിട്ടുള്ള അച്ചീചരിതങ്ങളോ അങ്ങനെയുള്ള ഒന്നിനെയാണ് താളബദ്ധമായിട്ടുള്ളതിനേക്കാൾ വൃത്തബദ്ധമായിട്ടുള്ള കവിതകളെയാണ് പലപ്പോഴും പാരമ്പര്യം എന്നുള്ള വാക്കുകൊണ്ട് വ്യവച്ഛേദിക്കാറ്. പക്ഷെ അലിഖിതങ്ങളായ അനേകം നാടൻ പാട്ടുകളും നാടൻ ശീലുകളും കൂടി ഉൾക്കൊള്ളുന്നതാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ തനിമയുണ്ട്, അതിൻ്റേതായിട്ടുള്ള സംസ്കാരവും അതിൻ്റേതായിട്ടുള്ള സാഹിത്യവും അതിൻ്റേതായിട്ടുള്ള പ്രകൃതി പോലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു യൂറോപ്യൻ നാട്ടിൽ അനുഭവിക്കുന്ന മഞ്ഞുകാലം നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മുടെ മഞ്ഞുകാലം എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ പുലർച്ചകളിലെ കുളിരുള്ള പ്രഭാതങ്ങളാണ് നമ്മുടെ മഞ്ഞുകാലം. അത് കഴിഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന ഒരു വസന്തമല്ല നമ്മുടേത് ഓണക്കാലത്തെ ഇളം പൂക്കൾ വിരിയുന്ന ഒരു ചെറു വസന്തമാണ്. ഇതെല്ലാം പ്രതിനിധീകരിക്കുന്ന നാനാവിധം കവിതകൾ നമ്മുടെ നാട്ടിൻ്റേതായിട്ടും നമ്മുടെ തനിമയുടേതായിട്ടും ഉണ്ടാകേണ്ടതുമുണ്ട്. അപ്പം മറ്റുള്ളതിനെ സ്വാംശീകരിക്കുമ്പോൾ തന്നെ ലിഖിതവും അലിഖിതവുമായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന കവിതയാണ് ഞാൻ ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എൻ്റെ കവിത. അതിന് ഗദ്യ പദ്യ വേർതിരിവുകളില്ല, അതിലുള്ളത് ശുദ്ധമായ കവിത മാത്രമാണ്. ശരിക്കും ഒരു വൃത്തബോധം എന്ന് പറയുന്നത് ടെക്നിക്കലാണ്. അതൊരു കൃത്രിമമായിട്ടുള്ള വൃത്തബോധമല്ല, പ്രാകൃതമായിട്ടുള്ള താളബോധമാണ് എന്നാണ് എനിക്ക് കവിതയെപ്പറ്റി അനുഭവപ്പെട്ടിട്ടുള്ളത്. നന്ദി. ഷൈജ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ടൊരു കാര്യം, ഇപ്പം നമ്മൾ പുതുമ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കുറച്ച് കുഴപ്പം പിടിച്ച സാധനമാണ്. അതായത് ജാപ്പനീസ് ഹൈക്കു എന്ന കവിതാരൂപം നമുക്ക് പരിചിതമായിട്ട് ചിലപ്പോൾ കുറച്ച് ദശാബ്ദങ്ങളായിട്ടുള്ളൂ. പക്ഷേ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജപ്പാനിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളതിനെ പുതിയ കവിതയായിട്ടാണോ കൺസിഡർ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ ഹൈക്കുവിൻ്റെ രൂപത്തിൽ കവിത എഴുതി കഴിഞ്ഞാൽ ഇതൊരു പുതിയ ഫോമാണ് മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അത് ജാപ്പനീസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ പഴകിയ ഒരു കാവ്യരൂപമാണ്. അപ്പോൾ അത് അർത്ഥത്തിൽ നമ്മൾ ലോകം മുഴുവൻ ഇങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഈ പുതിയത് പഴയത് എന്നതിനെ പറ്റിയിട്ടുള്ള നമ്മളുടെ സങ്കല്പങ്ങൾ വളരെയധികം മാറി മറിയുന്നൊരു കാലം കൂടിയാണിത്. ഒരുപക്ഷെ പണ്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലും ഒക്കെയാണ്. ഇപ്പോൾ പക്ഷേ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്ത് എവിടെ നടക്കുന്ന യുദ്ധവും നമ്മളുടെ യുദ്ധം തന്നെയാണ്, നമ്മളെ ബാധിക്കുന്ന യുദ്ധമാണ്. ലോകത്ത് എവിടെ യുദ്ധം നടന്നു കഴിഞ്ഞാൽ അവിടെ മലയാളികൾക്ക് അപകടമുണ്ട്, അല്ലെങ്കിൽ അവിടെ മലയാളികളുണ്ട്. മലയാളം എന്നുള്ളത് മാത്രമല്ല, എല്ലാ മനുഷ്യരും കൂടുതൽ കണക്റ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ മനുഷ്യരുടെ നമ്മുടെ കവിതയും ഒരു കൊളാബറേറ്റീവ് സ്വഭാവത്തിലേക്ക് വരികയാണ്. ഒരു പലസ്തീനിയൻ കവിയുടെ കവിത നമ്മളുടെ കവിതയാണ്. ആളെഴുതുന്നതിൻ്റെ ആ വൈകാരികത, ആളെഴുതുന്നതിൻ്റെ ആ ഒരു വേദന നമ്മളുടെയും കൂടി വേദനയാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ കൂടുതൽ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നമ്മളുടെ കവിത ഏത് രീതിയിൽ ഭാവിയിൽ ഇവോൾവ് ചെയ്യും എന്നാണ് വീരാൻകുട്ടി മാഷ് വിചാരിക്കുന്നത്? കവിത എപ്പോഴും
ഞാൻ നേരത്തെ പറഞ്ഞ വൈയക്തികമാകുമ്പോൾ തന്നെ അത് എല്ലാവരുടെയും കൂടിയായി തീരുമ്പോഴാണ് അത് കവിത സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന കവിതയായിട്ട് മാറുക. ഇപ്പം എൻ്റെയൊക്കെ കവിതയെക്കുറിച്ചുള്ള സങ്കല്പം സാഹിത്യ വിദ്യാഭ്യാസത്തിലൂടെ പരിവർത്തനപ്പെട്ട ഒന്നാണ്. ഞാനൊക്കെ കവിത എഴുതിയിരുന്ന കാലത്തുള്ളതുപോലെയല്ല. പിന്നീട് തമിഴ് കവികളുമായിട്ടൊക്കെ ജയമോഹൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഒരുപാട് കവിതാ ചർച്ചകളിലൊക്കെ അക്കാലത്ത് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയിട്ടുള്ളൊരു വിദ്യാഭ്യാസമുണ്ട്. അതൊക്കെ ചേർന്നിട്ടാണ് ഞാൻ കവിതയെക്കുറിച്ചുള്ള എൻ്റെ ധാരണകൾ ഇങ്ങനെ മാറി മാറി വന്നത്. ഇപ്പോഴും അത് ഞാനൊരു വിദ്യാർത്ഥിയാണ് അക്കാര്യത്തിൽ. അതുപോലെ മറ്റുള്ളവരുടെ കവിത വായിച്ചിട്ടും ഒക്കെ ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് നിരന്തരം ഈ കവിത എന്ന് പറയുന്ന സാധനം അതിങ്ങനെ മായാമൃഗം പോലെ നമുക്ക് പിടികിട്ടാതെ ഇങ്ങനെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മളതിൻ്റെ പിറകെ ഇങ്ങനെ സഞ്ചരിക്കുന്നു മാത്രമേ ഇതുവരെ അതിനെ പിടിക്കാൻ കിട്ടിയിട്ടില്ല. നമുക്ക് പിടിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഏറ്റവും ഒടുവിൽ വായിച്ചൊരു കവിത ലിൻഡ ഫ്രാൻസിൻ്റെ സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞൊരു ചെറിയ കവിതയുണ്ട്. ഇംഗ്ലീഷ് കവിയാണ് അവർ. മിർ 1 എന്ന് പറയുന്ന റഷ്യൻ സ്പേസ് ഷട്ടിൽ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിനെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് അയച്ചിരുന്നു. 1991 മെയ് മാസത്തിലോ മറ്റാണ് അദ്ദേഹത്തെ അയക്കുന്നത് സ്പേസ് സ്റ്റേഷൻ റിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട്. അതേ അവിടെ ചെന്നു. 2-3 മാസം കൊണ്ട് പണിയൊക്കെ കഴിഞ്ഞു. തിരിച്ച് അദ്ദേഹത്തിന് ഭൂമിയിലേക്ക് വരേണ്ടി വന്നപ്പോൾ വലിയൊരു പ്രശ്നം ഉടലെടുത്തു. സോവിയറ്റ് യൂണിയൻ അപ്പോഴേക്കും തകർന്നിട്ട് പല രാജ്യങ്ങളായിട്ട് പിരിഞ്ഞുപോയി. അപ്പോൾ അദ്ദേഹത്തെ എവിടെ ഇറക്കും എന്നുള്ളൊരു ഇഷ്യൂ വന്നു. ഏത് രാജ്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം? ഇനി ആര് ഫണ്ട് ചെയ്യും? അങ്ങനത്തെ അതുകൊണ്ട് കുറേ മാസങ്ങൾ അദ്ദേഹത്തിന് ഒരാവശ്യവും ഇല്ലാതെ അവിടെ തങ്ങേണ്ടി വന്നു. NS മാധവൻ്റെ ഒരു കഥ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇത് ആലോചിക്കുമ്പോൾ അതിലവർ പറയുന്നുണ്ട്, ഈ രാത്രിയിൽ ഞാൻ കാണുന്ന ഭൂമി കരിഞ്ചന്ത മാർക്കറ്റിലെ ആപ്പിൾ പോലെ എനിക്ക് വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കരിഞ്ചന്ത മാർക്കറ്റിലെ ആപ്പിൾ പോലെ എനിക്ക് വിലക്കപ്പെട്ട ഭൂമി എന്ന് പറയുന്ന ഈ വാക്യം യഥാർത്ഥത്തിൽ എല്ലാ കവികളും സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അയാൾക്ക് നഷ്ടപ്പെട്ട ഏതോ ഒരു ലോകത്തേക്ക് എത്താനുള്ള ശ്രമമാണ് അയാളുടെ ഓരോ കവിതയും. അത് പ്രവാസിയായിരിക്കണമെന്ന് തന്നെയില്ല. അപ്പം ഇങ്ങനെ നഷ്ടപ്പെട്ട ലോകത്തെക്കുറിച്ച് ആലോചിക്കുകയും നഷ്ടപ്പെട്ട ലോകത്തേക്ക് എത്താനുള്ള ഒരു നിലവിളി പുറപ്പെടുവിക്കുകയും ഒക്കെയാണ് കവികൾ ചെയ്യുന്നത്. ആ നിലവിളി എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണെന്നും ഞാൻ വിചാരിക്കുന്നു. എൻ്റെ തോന്നലിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഞാനൊരു കവിതയിൽ അത് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്, കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. വീഴുമ്പോൾ മരം, അരയുമ്പോൾ ഉറുമ്പുകൾ, ചൂണ്ടയിൽ പെടുമ്പോൾ മീനുകൾ. അവർക്കിടയിൽ കവികളില്ലാത്തതിനാൽ നാം അത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മനുഷ്യർക്കിടയിൽ എല്ലാ കാലത്തും ഇങ്ങനെ ആകാശത്ത് തൂങ്ങിക്കിടക്കേണ്ടുന്ന സ്വന്തം ഭൂമിയെ സ്വപ്നം കാണേണ്ടുന്ന ഒരു അനാഥത്വമോ അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. ഇതിനെയാണ് കവിത തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ആ തരത്തിലുള്ള വിഷയങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ യുദ്ധമായാലും രാഷ്ട്രീയമായാലും ഉള്ള വിഷയങ്ങളാണ് മലയാളത്തിലെ പൊതു കവിതയിൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു മിസ്സിങ് എലമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏറ്റവും പുതിയ കവിതയിലും അതിൽ ഈ സ്വത്ത് പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇതുവരെ ഒരുപാട് വിഷയങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഉന്നയിക്കപ്പെടുന്നു. പക്ഷെ അതിനകത്ത് എവിടെയോ നമ്മുടെ കവിത നിലനിർത്തി പോന്നിരുന്ന വേറൊരു രാഷ്ട്രീയ ബോധം, അതിൻ്റെ ഒരു ചെറിയ ഒരു നഷ്ടമുണ്ടോ, അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അതൊരു പക്ഷേ ഈ കാലത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. ഈ കാലത്ത് ഇതാണ് പ്രധാനമെന്ന് അവർ കരുതുന്നുകൊണ്ടായിരിക്കാം. അതുകൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കവിതയെ, കുറച്ചുകൂടി ലോക അനുഭവത്തെ കൂടി ചേർത്തുകൊണ്ട് വലുതാകുന്ന ഒരു രാഷ്ട്രീയ കവിതയാണ് ഞാൻ ഇന്ന് മലയാളത്തിൽ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം സോമൻ മാഷിനോടാണ്. മാഷ് എഴുതിയിട്ടുണ്ട്, യുവാവേ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് പുതിയ കാലത്തെ യുവാക്കൾ എവിടെയാണ് പ്രത്യക്ഷമായതെന്ന് നമ്മൾ ആശങ്കപ്പെടുകയാണ്. അപ്പോൾ ഈ കവിത എന്ന് പറയുന്നത് മാഷ് പറയുന്നുണ്ടായിരുന്നു കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണെന്നുള്ളത്. പക്ഷെ അത് എത്രമാത്രം എനിക്കറിഞ്ഞൂടാ. മാഷ് അത് അടുത്ത് നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ട് ചോദിക്കുന്നതാണ്. പുതിയ തലമുറയിലേക്ക് പുതിയ കവിത എത്രമാത്രം അതിന് റീച്ച് ഉണ്ടാവുന്നുണ്ട്? അതായത് അതിൻ്റെ ഒരു അനുവാചക വൃന്ദം ഇങ്ങനെ വികസിക്കുന്നുണ്ടോ? അല്ല, എന്താണ് അതിൻ്റെ ഒരു സാമൂഹ്യ എന്താ പറയുക സാമൂഹ്യ പ്രസക്തി, അല്ലെങ്കിൽ സ്വാധീനശേഷി, സാമൂഹികമായ സ്വാധീനശേഷി എത്രമാത്രമാണ്? നമ്മൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള കവിത.
കവിത അവസാനത്തെ മനുഷ്യനെയും തൊടണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പൊതുവേ നമ്മൾ പ്രസാധകർ ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ അവർ നോവൽ വ്യാപകമായി വിറ്റുവന്നു, ആത്മകഥകൾ വിറ്റുവന്നു, ഓർമ്മക്കുറിപ്പുകൾ വിറ്റുവന്നു. പക്ഷെ പ്രസാധകർക്ക് കവിത വേണ്ട എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചുള്ളൊരു അനുഭവമാണ് പലപ്പോഴും. കാരണം നമ്മുടെ സ്വന്തം കവിത എന്ന രീതിയിൽ നമ്മെ സ്പർശിച്ച കവിതകൾ നമ്മൾ ഒരുപക്ഷെ വീട്ടു ചർച്ചയിലുണ്ടാവും. ഒരു അധ്യാപകനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അത് പ്രത്യക്ഷപ്പെടും. ഒരു പ്രസംഗകനാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു കവിത വേണ്ടിവരും. PMA ഗഫൂർ എൻ്റെ ഒരു കവിത അദ്ദേഹത്തിൻ്റെ സ്കൂൾ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അത് വലിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. മിടുക്കർ എന്ന് പറഞ്ഞൊരു കവിത ഉണ്ടായിരുന്നു. അതുപോലെ TP വിനോദ് സൂചിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ഒരു 15 കൊല്ലം മുമ്പ് എഴുതി. ഇപ്പം എനിക്ക് അങ്ങനെ അത്ര അഭിപ്രായമില്ല, ചെറുപ്പക്കാർ കാണുന്നില്ല എന്നൊന്നും ഞാൻ പറയൂല. പക്ഷേ അന്ന് ഒരു +2 അധ്യാപകനായി ഞാൻ അന്നത്തെ ബോധം വെച്ച് നാട്ടിലില്ല, വീട്ടിലില്ല, റോട്ടിലില്ല, 4 ആൾ കൂടുന്നിടത്ത് നിലവിലില്ല, അച്ഛനോടൊപ്പം വയലിലില്ല, അമ്മയോടൊപ്പം ആശുപത്രിയില്ല, മരണ വീടിൻ്റെ മഹാമൗനത്തിലില്ല, കല്യാണ വീട്ടിൽ മഹനീയ സാന്നിധ്യമില്ല, പാർട്ടിയിലില്ല, ജാഥയില്ല, പ്രത്യയശാസ്ത്രത്തിലില്ല, വായനശാലയുടെ പരിസരത്ത് പൊടി പോലുമില്ല. പ്രിയപ്പെട്ട യുവാവേ, നീ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? നിന്നെ കാണാൻ കൊതിയാവുന്നു, സത്യമായും ഐ മിസ് യുടാ. ഇതാണ് അന്നത്തെ കവിത. പക്ഷേ ഇത് എനിക്ക് നല്ല തിരിച്ചു കിട്ടി. കാരണം പ്രളയകാലത്തൊക്കെ ചെറുപ്പക്കാരായിരുന്നു. അവരുടെ മൊബൈലൊക്കെ ഈ നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ പോലെ, നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ പോലെ, നമ്മുടെ പട്ടാളക്കാരെ പോലെയൊക്കെ സഹായിച്ച ഒരു വലിയ വിഭാഗം ചെറുപ്പക്കാരായിരുന്നു. അപ്പോൾ അതിനുശേഷം മേപ്പയൂർ വെച്ച്, കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂർ വെച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ കവിതയെപ്പറ്റി ചർച്ച ചെയ്ത് പിൻവലിക്കണമെന്നില്ല. അപ്പോൾ എന്നെയും കൂടി വിളിച്ചു. ഞാൻ വിചാരിച്ച് അഭിനന്ദിക്കാൻ വിളിച്ചോണ്ട് നോക്കുമ്പോൾ എല്ലാം ചെറുപ്പക്കാരൻ, ഞാൻ മാത്രം വൃദ്ധൻ. അപ്പോൾ ഇവർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഇത് ഏത് കാലത്താണ് ഇത്തരം ഊളക്കവിതകളായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ചെറുപ്പക്കാരെന്താ അറിയുക? ചെറുപ്പക്കാർ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്കൊക്കെ പോകുക, അന്നേരമാണ് നിങ്ങൾ ഈ മിസ് യൂടാ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആകെ ഒരു ചെറുപ്പക്കാർ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്തു. സോമമാഷ് ഈ കവിത പിൻവലിക്കണ്ട, ഏതോ ഒരു ഘട്ടം, എല്ലാവരും ഒന്നും പ്രളയത്തിൽ പോയിട്ടില്ല, കുറച്ചാളാ പോയിട്ടുള്ളൂ. അപ്പോഴും മൊബൈൽ ഞെക്കി കളിച്ച് കുറച്ച് തലമുറയുണ്ടല്ലോ. അവസാനത്തെ ആളും കൂടി നമ്മുടെ സാമൂഹീകരണ പ്രക്രിയയിൽ നമ്മുടെ ജീവിതം തുടിക്കുന്ന ഇടത്തിൽ ചെറുപ്പക്കാർ നിൽക്കട്ടെ. അതുവരെ എന്താണ്, ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, ഒരു കവിക്ക് ഇങ്ങനെ തോന്നിയിരുന്നു എന്നതിന് വേണ്ടിയിട്ട് ചരിത്രത്തിൻ്റെ ഒരു ആവശ്യത്വം നൽകി കവിതയുടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഓടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അനുഭവമുണ്ട്. അതുപോലെ നീ മരിച്ചാൽ എന്ന് പറഞ്ഞൊരു കവിത എൻ്റെ നാട്ടിലൊരാൾ വായിച്ച് വേറെ രീതിയാണ്. കവിതയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളെ അടുത്തേക്കും പുതിയ കവിത പോകുന്നുണ്ട്. അവർക്ക് കവിത ആണോ ഒന്നും എന്താണെന്ന് അറിഞ്ഞുകൂടാ. നീ മരിച്ചാൽ ആ വിവരം ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞാൽ തന്നെ ദൂരെയുള്ള നിൻ്റെ വീട്ടിൽ എത്തണമെന്നില്ല, എത്തിയാൽ തന്നെ നിന്നെ ഒന്ന് തൊടാൻ കഴിയണമെന്നില്ല, ഒന്ന് തൊട്ടാൽ തന്നെ പൊട്ടിക്കരയാൻ സാധിക്കണമെന്നില്ല, കരഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. ഇതാണ് വരി. അപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു വയസ്സായ ഒരാൾ, വയസ്സായെന്ന് പറഞ്ഞാൽ വൃദ്ധം ഞാൻ പറയില്ല, കാരണം 74 വയസ്സുള്ള മമ്മൂട്ടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആരും ഇപ്പം കേരളത്തിൽ വൃദ്ധം തന്നെ, എന്നാലും കുറച്ച് വയസ്സായ ഒരാൾ, വയസ്സനാ. ഇദ്ദേഹം ഈ കവിത എവിടുന്നോ കേട്ടിട്ടുണ്ട്. ന്യൂ ജനറേഷൻ മീഡിയ ഒന്നും അറിഞ്ഞൂടാ, ഫേസ്ബുക്ക് ഒന്നും അറിഞ്ഞാൽ. അതിലെ അദ്ദേഹത്തിൻ്റെ കവിത ഇഷ്ടമാണ്, പക്ഷേ എല്ലാ വരി ഇഷ്ടമല്ല. അവസാനത്തെ വരി, നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം, എനിക്ക് നീ മരിക്കുന്നില്ലോ. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ, മരിച്ച വീട്ടിൽ പോകുമ്പോൾ പേടിയാണ്. ഒരു മരിച്ച വീട്ടിലും പോകാറില്ല, പോയാൽ തന്നെ സുഹൃത്തിനെ കാണാറില്ല. എന്നിട്ട് നാട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ മൂപ്പര് പറഞ്ഞത്, നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം ബാബുവേട്ടാ, എനിക്ക് നീ മരിക്കുന്നില്ലല്ലോ. നീ മരിച്ചാൽ ഞാൻ എന്തിനു വരണം റഷീദ്ക്ക, എനിക്ക് നീ മരിക്കുന്നു. ഞാൻ ഇയാളെ വീട്ടിൽ പോയി, ഞാൻ പറഞ്ഞു ഇതല്ലേ ഇതിൻ്റെ അർത്ഥം, ഇത് സ്നേഹത്തെക്കുറിച്ചുള്ള കവിതയാണ്, ഇത് ബന്ധത്തെക്കുറിച്ചുള്ള കവിതയാണ്, ഇത് സാഹോദര്യത്തെക്കുറിച്ചും സൗഹാർദ്ദത്തെക്കുറിച്ചുള്ള കവിതയാണ്. അപ്പോൾ അയാൾ ചിരിച്ചോണ്ട് എന്നോട് എങ്ങനെയും വായിച്ചൂടെ, അങ്ങനെയും വായിച്ചൂടെ. കവിത എന്ന് പറഞ്ഞാൽ കവി എന്നല്ലേ, ആരെയാടെ ഉപയോഗിക്കും നമുക്ക് ഒരു പിടുത്തമില്ല, കവിക്ക് അതിന് അവകാശമൊന്നുമില്ല. ഇതുപോലെ എനിക്ക് മറ്റൊരു അനുഭവം വെച്ചാൽ 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീ എത്തും ഞാൻ മരിച്ചു കിടക്കുമ്പോൾ, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. 1000 പൂക്കളുള്ള റീത്തുമായി ആർത്ത് കരഞ്ഞ് നീ എത്തും. എപ്പോൾ ഈ മരിച്ചു കിടക്കുമ്പോൾ റീത്ത് വെച്ചിട്ടും കോടി വെച്ചിട്ടും ഫ്ലക്സ് അടിച്ചിട്ട് ഒരു കാര്യമില്ല, അതിലൊരു പൂ മതിയായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് വസന്തമാകാൻ. ഇത് വയനാട്ടിലൊരു സ്കൂളിലെ ഒരു HM എനിക്കൊരു കത്തയക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അധ്യാപകൻ എന്തോ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട്, ആലോചിക്കണം, ഓപ്പറേഷന് വേണ്ടിയിട്ട് പിരിവെടുക്കണം. മാഷ്മാരുന്ന് അങ്ങനെ പൈസ കിട്ടൂലല്ലോ, ചെറിയ പ്രശ്നം. ഞാനൊരു അധ്യാപനാണ്, അതുകൊണ്ടാണ് അങ്ങനെ വിമർശനാത്മകമായി പറഞ്ഞത്. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ നോട്ടീസ് കരളരിക്കുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഏതോ ഒരു ഭാഗത്തേക്ക് കവിതയും കൂടിയും വെച്ച്, എന്നിട്ട് അവർ 8 ലക്ഷം റുപ്യ വിചാരിച്ചത് ഒരു 12-13 ലക്ഷം റുപ്യ കിട്ടി. ഓരോ വിചാരം ചെയ്ത് കവിതയും കൂടി വെച്ചിട്ടാണ്. എനിക്കൊരു കത്ത്, പിന്നെ എന്താ നിങ്ങളത് അനുവാദം ചോദിക്കാണ്ട് ഇങ്ങനെ കവിത വെച്ചിട്ടുണ്ട്, ഞങ്ങളെ ലക്ഷങ്ങൾ കുറച്ച് കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ടെന്ന് പറയും. എനിക്കൊരു പക്ഷേ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിനേക്കാൾ വലുതാണ്. കാരണം ഇത് എവിടെയാ പ്രത്യക്ഷപ്പെടുമ്പോൾ അറിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സമകാലികരായ പ്രിയപ്പെട്ട കവികൾ, പവിത്രൻ തീക്കുനിയുടെ കവിതകൾ, ശ്രീജിത്ത് അരിയല്ലൂരിൻ്റെ കവിതകൾ, നിരഞ്ജൻ്റെ കവിതകൾ, അതുപോലെ കുഴൂർ വിൽസൻ്റെ കവിതകൾ, വീരാൻകുട്ടി മാഷ്ട കവിത, ഒരുപാട് കവിതയാണ്. ഞാൻ വീരാൻകുട്ടി മാഷ്ട കവിതയുടെ അംബാസിഡറാണ്.
കാരണം അത്രയും കവിതകൾ. പക്ഷെ മാഷ്ക്ക് അറിയുന്നില്ലല്ലോ, ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ്, എനിക്കല്ലേ കിട്ടുക, കയ്യടി കിട്ടി എനിക്കല്ലേ. അദ്ദേഹത്തിൻ്റെ എത്ര കവിത, ആശ്ലേഷം എന്ന് പറഞ്ഞ കവിതകൾ, അതുപോലെ എന്താണ് പിന്നെ മുൾവേലി പൂത്തിരിക്കുന്നു, അതിർത്തിയെക്കുറിച്ച് നാം വെച്ച ഒച്ചകൾക്കെല്ലാം മീതയായി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രഹരശേഷിയുള്ള ഗംഭീരമായ കവിതകളൊക്കെ. ഞാൻ ഒറ്റൊരു അനുഭവം പറയാം. ജനകീയമായി തൊടുന്ന ആളുകൾ ആ രീതിയിൽ പറഞ്ഞാൽ, ആ രീതിയിൽ അവരോട് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് എന്താണ്, അതൊരു വലിയ സാഹിത്യ രൂപമായിട്ട് തന്നെയാണ്. ഒരു പക്ഷേ കവികൾ പോലും അറിയുന്നില്ല അവരുടെ ഏതെല്ലോ ജീവിതത്തിൽ അത് സ്പർശിക്കുന്നുണ്ടെന്നുള്ള യാതൊരു. ഞാൻ മേപ്പേര്, ഞാൻ ഒരു പൊതുപ്രസംഗകനായതുകൊണ്ടാണ് മേപ്പേര് ഇങ്ങനെ ഘോരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഗോവിന്ദചാമി എന്നൊരു കവിത പറഞ്ഞു. ആ കവിത എന്താണെന്ന് വെച്ചാൽ, ഗോവിന്ദചാമിയായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഞാൻ എൻ്റെ പ്ലസ് ടുവിലെ സയൻസ് വിദ്യാർത്ഥികളോട് ഈ കവിത പറയാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ ചോദിച്ചവരോട്, എടാ ഗോവിന്ദചാമി ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഏറ്റവും മുമ്പിലിരിക്കുന്ന ഒരുത്തം പറയും ഫുൾ A+ ആണ്. പറയുക, സാറേ അതൊരു സയൻറ്റിസ്റ്റ് അല്ലേ എന്നാണ്. ഗോവിന്ദചാമിനെ പറ്റി ചോദിച്ചു. ഇപ്പം പിന്നെ അറിയാം, ജയിലിൽ ചാടിയുണ്ട്. അപ്പോൾ കവിത എന്താണെന്ന് വെച്ചാൽ ഇതാ, മിനിമോൾക്ക് പരീക്ഷയാണ്, അമ്മാവൻ തന്നെ തുണ പോകണം. എവിടെയും ഒരു ഗോവിന്ദചാമി ഒളിച്ചിരിപ്പുണ്ടല്ലോ, അമ്മാവൻ തന്നെ തുണ പോകണം. പരീക്ഷ കഴിഞ്ഞത്തെ മിനിമോളോട് അമ്മ ചോദിച്ചു, എളുപ്പമായിരുന്നു. പരീക്ഷ കഴിഞ്ഞത്തെ മിനിമോളോട് അമ്മ ചോദിച്ചു, എളുപ്പമായിരുന്നു. അമ്മാവനെല്ലാം എളുപ്പമായിരുന്നു അമ്മേ. മൂർഖൻ മുത്തിയ മുഖവും മാറിടവും തടവി അവൾ വിതുമ്പി, ഏത് വീട്ടിലും ഒരു ഗോവിന്ദചാമി ഒളിച്ചിരിപ്പുണ്ട്. മൂർഖൻ മുത്തിയ മുഖവും മാറിടവും തടവി അവൾ വിതുമ്പി, ഏത് വീട്ടിലും ഒരു ഗോവിന്ദചാമി ഒളിച്ചിരിപ്പുണ്ട്. ഇത് ജോയ് വടക്കംപാടം എന്ന് പറഞ്ഞ ഒരു കവിയുടെ കവിയാണ്. ഞാൻ എൻ്റെ പൊട്ടപ്രസംഗം തീരുന്നവരെ മേപ്പയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു ലേഡി അവർ കാത്തു നിൽക്കുക. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ സ്പീഡ് പറഞ്ഞു പോയപ്പോൾ ഈ കവിത എഴുതിയെടുക്കാനായില്ല. ഞാൻ അയൽക്കൂട്ടത്തിന് ക്ലാസ് എടുക്കുന്നതാണ്, ഞാൻ ഹരിതസേനയ്ക്ക് ക്ലാസ് എടുക്കുന്നതാണ്, ഞാൻ കുടുംബശ്രീക്ക് ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാ സ്ത്രീകളെയും കവിത പഠിപ്പിക്കണം. കാരണം വീട്ടകങ്ങളിലാണ് കുഞ്ഞുങ്ങൾക്കെതിരെ, പെൺകുഞ്ഞുങ്ങൾക്കെതിരെ ആക്രമണം നേരിടുന്നത്. അതുകൊണ്ട് ഗോവിന്ദചാമി ജയിലല്ലത്, നമ്മുടെ വീട്ടു പരിസരത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർക്ക് എന്തെല്ലോ തിരക്കുണ്ട്, എന്നിട്ട് പോലും അവിടെ നിൽക്കുക. അപ്പോൾ ശരി, ഈ ജീവനുള്ള ചോരയോട്ടമുള്ള നമ്മുടെ ജീവിതത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കവിതകൾ, എത്രയോ കവിതകളുണ്ട്. ആ കവിതകൾ തീർച്ചയായിട്ടും എന്താണ്, വിനോദൻ്റെ കവിത എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അദ്ദേഹം അതിസൂക്ഷ്മമായ മനുഷ്യനാണ്. ഞാൻ പറഞ്ഞേ, നമുക്ക് ഒറ്റയടിക്ക് വിലയിരുത്താനാവില്ല മലയാളത്തിലെ കവിതയുടെ രീതികളും. ഏതായാലും മനുഷ്യനെ തൊടുന്നുണ്ട്, അവരെ സ്പർശിക്കുന്നുണ്ട്. ആ സ്പർശിക്കുന്ന കവിത അവർ ആ രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. അത് പദ്യമായിക്കോട്ടെ, അത് ഗദ്യമായിക്കോട്ടെ, 500 വരി ആയിക്കോട്ടെ, 5 വരി ആയിക്കോട്ടെ, എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുഭവം. ഓക്കെ. സോമാഷ് പുതിയ കവിതയെ പറ്റി സംസാരിക്കുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു ആവേശം എന്ന് പറയുന്നത് എല്ലാവരിലേക്കും, പിന്നെ മാഷ് പറഞ്ഞ പോലെ മാഷ് മൊത്തത്തിൽ പുതുകവിതയുടെ ഒരു അംബാസഡറായി മാറുന്നപ്പോഴാണ്. ഷീജ വക്കത്തോടാണ് അടുത്ത ചോദ്യം. നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. അതായത് പിന്നെ മലയാള ഭാഷയുടെ ഒരു മ്യൂസിക്കാലിറ്റിയുടെ ഒരു തരം വീണ്ടെടുപ്പ് പോലെ ഉള്ള എഴുത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവ് പ്രോസസ്സിനകത്ത് ഈ മ്യൂസിക്കാലിറ്റി അത് എങ്ങനെയാണ് നിങ്ങളത് വർക്ക് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾക്ക് അതിനകത്തുള്ള ഒരു ആനന്ദം? എങ്ങനെയാണ് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ് അതിനകത്ത്? ഒരു കൗതുകം അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ പുതിയ കവിത എന്ന് പറഞ്ഞാൽ അടിമുടി പുതിയ കവിതയാണോ? നമ്മൾ പുതിയതായിട്ട് വാക്കുകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പാറ പൊട്ടിച്ചിട്ട് മണ്ണുണ്ടാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കോടാനുകോടി വർഷങ്ങളെടുക്കും. അതുപോലെ ഭാഷ തേച്ചു മിനുക്കി രാഗിയെടുത്ത് കൊണ്ടുവന്നതാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഓരോ വാക്കും. പുതിയതായിട്ട് നമ്മളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. ശരിക്കും പരിണാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുനിർമ്മിതിയല്ല, അത് കലരലാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുതിയതിലേക്ക് കലരുകയാണ്, പുതിയതിനെ സ്വാംശീകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കവിതയുടെ പശ്ചാത്തലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ബോധപൂർവം അത്തരത്തിലുള്ള ഒരു പഠനമോ കവിതയിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയോ എനിക്ക് ഉണ്ടായിട്ടില്ല. നമ്മളൊരു ചെടിയെ ഒരു പുതിയ സൃഷ്ടി നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മളൊരു ഗ്രാഫ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ തായ് തണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു കാട്ടുവർഗമായിരിക്കും. വളരെ കാലമായിട്ട് നമ്മുടെ സത്തയിലുണ്ടായിരുന്ന, നമ്മുടെ പരിസരങ്ങളിലുണ്ടായിരുന്ന അതിശക്തമായ ജനിതകമുള്ള ഒന്നിനെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ തണ്ടിന്മേലാണ് നമ്മൾ വളരെ തരള സ്വഭാവികളായിട്ടുള്ള ഓറഞ്ച് റോസാപ്പൂക്കളെ ഗ്രാഫ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ആദ്യത്തെ പുഴുക്കുത്തിൽ കഴുത്തൊടിഞ്ഞ് ഈ സസ്യം അന്തരിക്കും അല്ലേ? നമ്മൾ തക്കാളി ഉണ്ടാക്കിയാലും പുതിയ ഇനം മാവോ പ്ലാവോ ഒക്കെ ഉണ്ടാക്കിയാലും അതിൻ്റെ തായ്തണ്ട് നമ്മുടെ പഴയ കാട്ടുജനിതകം ആണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടേതായിട്ടുള്ള നേരത്തെ പറഞ്ഞ അതിനകത്ത് അലിഖിതവും ലിഖിതവുമായിട്ടുള്ള കാവ്യ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തിൻ്റെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുക, പുതിയ കാലത്തോട് സംവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വിനീതമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രമിക്കുന്നത് അത്തരത്തിലാണ്, മനഃപൂർവ്വമായിട്ട് അതിനകത്തൊരു താളാത്മകത കൊണ്ടുവരാൻ. അതാ നേരത്തെ പറഞ്ഞ സിമ്പൽ ഇട്ടത്.
ഓക്കെ. അപ്പം ഈ താളബദ്ധമായിട്ട് എഴുതുക എന്ന് പറയുന്നത്, എനിക്ക് വൃത്തവിജ്ഞാനമില്ല. ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കവിത ഏത് വൃത്തത്തിലാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് പലപ്പോഴും മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് അറിയുന്നത്. പക്ഷേ നമ്മൾ കേട്ട് ശീലിച്ചതായിട്ടുള്ള, കേട്ട് പരിചിതമായിട്ടുള്ള താളങ്ങൾ ഉപബോധമായിട്ട്, പ്രാകൃത താളങ്ങളായിരിക്കാം, എവിടെയോ കേട്ടതായിരിക്കാം, നമ്മുടെ ശീലുകളിൽ നിന്ന് വന്നതായിരിക്കാം, അത് നമ്മുടെ ഉള്ളിലുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ താളത്തിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു വൃത്തബദ്ധമായിട്ട് ഒരു കവിത എഴുതുക എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്കലി വൃത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അക്ഷരശ്ലോകങ്ങളിലൂടെയൊക്കെ അതിനോടൊരു അഭ്യാസ ബലം ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ കവിതകളിൽ വൃത്തഭംഗം വരികയില്ല. കാരണം അവർക്ക് അറിയാം അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് അറിയാം. എന്നെ സംബന്ധിച്ച് എനിക്കത് അറിയില്ല. അതുകൊണ്ട് തന്നെ വൃത്തഭംഗം വരാതിരിക്കാം. എഴുതുമ്പോൾ എവിടെയെങ്കിലും തടയുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം എന്നുള്ളത് മാത്രമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻ്റെ കവിതയുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അതിനുള്ളിൽ ഒരു താളത്തിനുള്ളിൽ വാക്കുകളെ പെറുക്കി വെക്കുക എന്നുള്ളതല്ല, താളത്തിനുള്ളിൽ വാക്കുകൾ താനേ ഒഴുകി നിറയുക എന്നുള്ളതാണ് കവിത. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവനവന് തോന്നുന്നത് പോലെ എഴുതുന്നതാണ് കവിത. ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇന്നത്തെ കവിത ഇതാണ്, ഇന്നലത്തേത് മറ്റത് അങ്ങനെയാണ്, ഇനി നാളെ വരാനിരിക്കുന്നത് ഇങ്ങനെയാണെന്നൊന്നുമല്ല. ഒരു കവി ഏറ്റവും ആത്യന്തികമായി സത്യസന്ധത പുലർത്തേണ്ടത് അവനവൻ്റെ സർഗാത്മകതയോട് അല്ലെങ്കിൽ ഭാവുകത്വത്തോടാണ്. ഞാൻ ഏത് തരം കവിത ഇഷ്ടപ്പെടുന്നു, ഞാനാണ് എൻ്റെ ആദ്യത്തെ വായനക്കാരി. അത് തൃപ്തിപ്പെടുത്താൻ ഉള്ള പൂർണ്ണമായ ശ്രമം ആണ് എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പോരാ 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 എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള ഒരു ശേഷിയാണ് ഏത് സർഗാത്മക പ്രവർത്തനം നടത്തുന്ന വ്യക്തിക്കും വേണ്ടത്. മാഷ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കവിതയിൽ എന്തോ മിസ്സിങ് ആണോ എന്ന് തോന്നുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പോരാ എന്ന് പറയാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതി എന്നുള്ളിടത്തേക്ക് നമ്മൾ ചുരുങ്ങി പോവുകയാണ്. പിന്നെ പലതരം സത്വവാദങ്ങളിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോകുമ്പോൾ കടലിൻ്റെ കവിക്ക് കാടിനെ പറ്റി എഴുതണ്ടേ, കാടിൻ്റെ കവിക്ക് കടലിനെ പറ്റി എഴുതണ്ടേ? ജീവിതത്തിൻ്റെ കടലേ കവിതയ്ക്ക് മഷിപ്പാത്രം എന്നാണ്, ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ കുളങ്ങളല്ല. അപ്പോൾ കടൽ കാടായും കാട് കടലായും എല്ലാം വികസിക്കുന്ന, എല്ലാവരും ചേരുന്ന ഒരു എല്ലാവരുടെയും വിഷയമായി മാറുന്ന ഒരു കാവ്യ സംസ്കാരത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മൂക്കിൻ്റെ ഒരു വശത്ത് ചികിത്സിക്കാൻ ഒരു ഡോക്ടർ, മൂക്കിൻ്റെ മറുവശം ചികിത്സിക്കാൻ വേറൊരു ഡോക്ടർ എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ വൃത്തങ്ങളായിട്ട് കവികൾ ചുരുങ്ങി പോകരുതെന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ കവിതയെ പറ്റിയുള്ള കാഴ്ചപ്പാട്. നമ്മൾ എല്ലാവർക്കും ഒരു ചെറിയ കവിത വായിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീരാൻകുട്ടി മാഷ്, സമയം ഉണ്ടാവോ? 2 മിനിറ്റ്. ഓക്കെ, 1 മിനിറ്റ് ഞാൻ എടുക്കൂ. മായ്ച്ചെഴുത്ത് എന്ന് പറഞ്ഞൊരു കവിത വായിക്കാം. മായ്ച്ചെഴുത്ത്. ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ. ലോകത്തെങ്ങുമുള്ള നഗരത്തെരുവുകളെ എന്നും കാലത്ത് തൂത്തുവാരി വെടിപ്പാക്കുന്നവർ ചൂലുകൊണ്ടെഴുതുന്ന കവിത പോലെ ഒന്ന് വായിച്ചിട്ടില്ല ഇന്നേ വരെ. ആ വരികളുടെ പൂർണ്ണതയിൽ തൃപ്തി വന്നിട്ടില്ല അവർക്കിന്നോളം. ആ വരികളുടെ പൂർണ്ണതയിൽ തൃപ്തി വന്നിട്ടില്ല അവർക്കിന്നോളം. അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ചെഴുതുന്നത് തുടരുന്നു. അതിനാൽ എന്നും കാലത്ത് അവരത് മായ്ച്ചെഴുതുന്നത് തുടരുന്നു. എൻ്റെ കവിതയ്ക്ക് 4 വരിയല്ല ഉള്ളത്. നിങ്ങൾ ആരുടെയെങ്കിലും സമയം എടുക്കുമെങ്കിൽ. നമ്മുടെ പഴയ ഇതിഹാസങ്ങളിലൊക്കെ ഒരുപാട് കഥകൾ നമ്മൾ വായിക്കും. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ബാലികാ ബലി പറ്റിയാണ് പറയുന്നത്. ഒരു ബാലിക ബലി കഴിക്കപ്പെട്ട ഒരു സംഭവം. നമ്മൾ ഉണ്ണിക്കണ്ണനെ കൊണ്ടുപോയിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് വെച്ചു മാറുന്ന ഒരു സംഭവം വായിച്ചിട്ടുണ്ട്. കവിതയുടെ ഇൻട്രോ ആണ്. ഈ കവിത ചൊല്ലണമെന്നില്ല എനിക്ക്, ഞാൻ ആ ആശയം മാത്രം പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാ മാഷി ചെറിയ കവിതയാണ്. ഒരു കൊച്ചിനെ എടുത്തോണ്ട് പോകുമ്പം
പകരം വേറൊരു കൊച്ചിനെ അവിടെ വെക്കുകയാണ്. എടുത്തോണ്ട് പോയ കൊച്ചിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചോദ്യം. അതൊരു ബാലികയായിരുന്നു, ബലി കഴിക്കപ്പെട്ടത് ഒരു ബാലികയായിരുന്നു, രക്തസാക്ഷിയായി മാറിയത് ഒരു ബാലികയായിരുന്നു എന്നുള്ള വിനീതമായ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. അതിൻ്റെ അവസാനത്തെ കുറച്ച് വരികൾ മാത്രം വായിക്കാം. ഇപ്പം എവിടെ നിന്ന് വായിച്ചു തുടങ്ങും? ആയിക്കട്ടെ. ഒറ്റയടിപ്പാത കൽത്തുറുങ്കിൻ മുറ്റത്തു നിന്നും കിതച്ചിറങ്ങും കുറ്റിരുട്ടിൻ മറ പറ്റിയേതോ ലക്ഷ്യത്തിലേക്കതു സഞ്ചരിക്കും. കുത്തിയൊലിക്കും മഴയിലൂടെ കൊച്ചു കരച്ചിലൊലിച്ചിറങ്ങും. ഒട്ടും നനയ്ക്കാതതിനുമീതെ പത്തികൾ ചേർന്നു കുട പിടിക്കും. ഇത്തിരിപ്പോകെ പുഴയിലേക്കാ വിഖ്യാതയാത്ര നടന്നു ചേരും. മധ്യത്തു രണ്ടായി പിളർന്നു മാറി കുത്തൊഴുക്കാഴം വഴിയൊരുക്കും. അക്കരെ ചെന്നു നനഞ്ഞു കേറി തപ്പിത്തടഞ്ഞൊരു വീട്ടിലെത്തും. പറ്റിക്കിടക്കുന്ന വാവയെത്തൻ പെറ്റമ്മയിൽ നിന്നു വേർപ്പെടുത്തും. വിട്ടുപോരാതതിൻ ചുണ്ടിറുക്കെ മൊത്തും മുലക്കണ്ണിലേക്കു ചേരും. നിശബ്ദമായടർത്തുമ്പോഴോമൽ നിദ്രയിൽ താനേ വിരൽ നുണയ്ക്കും. ഉച്ചി പിളർന്നു കല്ലിൽ ചിതറാൻ കഷ്ടമാമുത്തിനെ കൊണ്ടുപോകും. രക്തസാക്ഷി കുഞ്ഞു പോയ വീട്ടിൽ രക്ഷകൻ പൊന്നുണ്ണിയായി വളരും. രക്തസാക്ഷി കുഞ്ഞു പോയ വീട്ടിൽ രക്ഷകൻ പൊന്നുണ്ണിയായി വളരും. കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം. കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം. കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന, കൊക്കുരുമുന്ന അരയന്നങ്ങളുടെ സ്ഫടിക ശില്പം, പിറന്നാളിന് സമ്മാനമായി നൽകിയ ഉടുപ്പുകൾ, വൈരക്കൽ പതിച്ച മോതിരം, പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം എല്ലാം പരാതികളില്ലാതെ തിരിച്ചേൽപ്പിക്കാം. പക്ഷെ കൈമാറാനാവില്ല. സ്നേഹം എടുത്തപ്പോഴും കൊടുത്തപ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളെ. നന്ദി. ചെറിയൊരു കവിത ഞാനും വായിക്കാമെന്ന് വിചാരിക്കുന്നു. പ്രപഞ്ചം റീലോഡഡ്. പ്രപഞ്ചം റീലോഡഡ്. നെറ്റിയിൽ വീണ മുടിയിഴകൾ വിരലുകൊണ്ട് പിറകിലേക്ക് കോതിയൊതുക്കുന്ന ഒരുവൾ, അല്ലെങ്കിൽ വെറുതെ ഒന്ന് അഴിച്ചിട്ടിട്ട് മുണ്ട് വീണ്ടും മടക്കി കുത്തുന്ന വേറെ ഒരാൾ. ലോകത്തെ പറ്റിയോ തന്നെ പറ്റിയോ എന്തോ എന്ന് പുതുക്കിയിട്ടുണ്ടെന്ന് അവ്യക്തമായി, അമൂർത്തമായി, നേർത്തതായി, വിചാരിക്കുന്നുള്ളതായി, തോന്നിപ്പിക്കും പോലെ പ്രപഞ്ചം ഒരു നിമിഷത്തിൽ നിന്ന് മറ്റൊരു നിമിഷത്തെ വകഞ്ഞു മാറ്റിയോ മടക്കിക്കുത്തിയോ നോക്കുന്നുണ്ടാവില്ലേ? പ്രപഞ്ചം ഒരു നിമിഷത്തിൽ നിന്ന് മറ്റൊരു നിമിഷത്തെ വകഞ്ഞു മാറ്റിയോ മടക്കിക്കുത്തിയോ നോക്കുന്നുണ്ടാവില്ലേ? കുഞ്ഞുങ്ങളുടെ ചിരിയിൽ വലിയവർക്ക് പിടികിട്ടാത്ത ശാന്തത ആ നോട്ടത്തിൻ്റേതല്ലേ? കുഞ്ഞുങ്ങളുടെ ചിരിയിൽ വലിയവർക്ക് പിടികിട്ടാത്ത ശാന്തത ആ നോട്ടത്തിൻ്റേതല്ലേ?